ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ് മലയാളം യൂണിറ്റ് 5 നമ്മളൊന്ന്. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. B.R. അംബേദ്കർ. അംബേദ്കർ പറഞ്ഞ ഒരു വാചകമാണ് നമ്മളിപ്പോൾ കേട്ടത്. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജനാധിപത്യം? നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണ്. ജനാധിപത്യ ഭരണം അത് ഒത്തുചേർന്നുള്ള ഒരു ജീവിതമാണ് എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഒന്ന് ഗാന്ധിജിയുടെയാണ്, മറ്റൊന്ന് അംബേദ്കറുടെയാണ്. ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അല്ലേ? ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, പക്ഷേ അംബേദ്കറെക്കുറിച്ച് നിങ്ങൾക്ക് അധികം കാര്യങ്ങളും അറിയില്ല അല്ലേ? ഗാന്ധിജിയുടെ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നമ്മുടെ രാഷ്ട്രപിതാവാണ്. പിന്നെ അദ്ദേഹം ജനിച്ചത് ഗുജറാത്തിലെ പോർബന്തറിലാണ്. പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി എന്നാണ്. മാതാവിൻ്റെ പേര് പുത്ലിഭായി എന്നാണ്. ഭാര്യ കസ്തൂർബ ഗാന്ധിയാണ് അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതുപോലെ അദ്ദേഹം ജനിച്ച ദിവസം നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആചരിക്കുകയാണ്. അന്നത്തെ ദിവസം പൊതു അവധിയാണ്. എന്നാണ് ഗാന്ധിജി ജനിച്ചത്? ഒക്ടോബർ 2-നാണ് അല്ലേ? അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റു പേരുകൾ ബാപ്പു, മഹാത്മ എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അഹിംസയിലൂന്നിയ പുതിയ സമരമുറ പരീക്ഷിച്ചു നോക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. അദ്ദേഹം മരിച്ചത് 1948 ജനുവരി 30-നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ അംബേദ്കറെക്കുറിച്ച് നമുക്ക് എന്തറിയാം? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവും ഒക്കെയായിരുന്നു അംബേദ്കർ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ എല്ലാവിധ ചൂഷണങ്ങളും ഏറ്റുവാങ്ങിയ ബാല്യകൗമാരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരു ദളിതനായി ജനിച്ചതുകൊണ്ട് മാത്രം ജീവിതത്തിൽ പല അവഗണനകളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. പഠിച്ചിരുന്ന സ്കൂളിലെ കുട്ടികളുമായി സംസാരിക്കുവാനോ അടുത്തിരിക്കുവാനോ പോലും കുട്ടിയായിരുന്ന അംബേദ്കറെ അനുവദിച്ചിരുന്നില്ല. പക്ഷേ എല്ലാ അവഗണനകളെയും അതിജീവിച്ച് അദ്ദേഹം ഉന്നത പഠനം പൂർത്തിയാക്കി. നോക്കൂ, എത്ര മഹത്തായ ഒരു കാര്യമാണ്. ഒരുപാട് അവഗണനകൾ. നിങ്ങളോടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയും നിങ്ങളോട് മിണ്ടാതിരിക്കുക, അതുപോലെ നിങ്ങളെ അടുത്തിരുത്താതിരിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ കരഞ്ഞ് വിഷമിച്ച് വീട്ടിൽ പോയി പഠിത്തം ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള സന്ദർഭമാണ്. എന്നാൽ അദ്ദേഹം ഉന്നത പഠനം പൂർത്തിയാക്കി. ഇതെല്ലാം അതിജീവിച്ചു. 1947 ഭാരതം സ്വതന്ത്രമായപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി, ഒപ്പം ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാനായും തിരഞ്ഞെടുക്കപ്പെട്ടു. മനസ്സിലായില്ലേ? നമ്മുടെ അംബേദ്കറെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.